നമ്മൾ ഈ കുളത്തിലാണ് ചൂണ്ടാൻ വന്നിട്ടുണ്ട്. ചൂണ്ടാന്ന് പറയുമ്പോൾ കുളം നിറച്ച് കഴുതക്കാട് നിറച്ച്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി കളമുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 വിരാൽ ഇട്ടിട്ട് കിട്ടി. അവിടെ കെട്ടിയിട്ടുണ്ട്, കാണിക്കാം. ഒരെണ്ണം കൂടി ഉണ്ട്, 10 ഒരെണ്ണം കൂടി കെട്ടിയിട്ട് അപ്പോൾ ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി കൊത്തുണ്ടോ എന്ന് നോക്കട്ടെ. കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വലയിടാനായിട്ട് കൃഷിപ്പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൊയ്ത്ത് കഴിയണം. 15-ാം തീയതി കഴിഞ്ഞിട്ട് മീൻ പിടിച്ചോളാം കൃഷിക്കാർ പറഞ്ഞാണ്. അപ്പോൾ വലയിടാൻ പറ്റാത്തൊരവസ്ഥയിലെ കാരണം വീഡിയോകളെടുക്കാൻ പറ്റാണ്ടിരിക്കുക, മീൻ പിടിക്കുന്നത്. അതുകൊണ്ട് ചൂണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നോക്കണം. ഇപ്പോൾ മൊത്തത്തിൽ മീൻ കിട്ടൽ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമാസമാണ് മീൻ തീറ്റെടുത്ത് തുടങ്ങണേ. ചൂണ്ടക്കാർക്ക് ഇടുന്നില്ല, മെഷീൻ ചൂണ്ടക്കാർക്ക് ഇടുന്നില്ല, വലയിൽ അങ്ങനെ കിട്ടുന്നില്ല മീൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെഷീൻ ഇറങ്ങി കൊയ്ത്ത് കഴിയാണ്ട് വലയിട്ട് മീൻ പിടിക്കാനും പറ്റില്ല. ആ ജാതി കണ്ടീഷനാണ്. അവിടെ നിറച്ചൊരു കഴുതക്കാടാണ്. പക്ഷെ കഴുതോലൊക്കെ ഒരുവിധം ചെത്തി പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പായ ഉണ്ടാക്കാനായിട്ട് ഓലത്തഴയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെത്തി പോയിട്ടുണ്ട്. ഒരുവിധം കുറവായിട്ടുണ്ട്. ഈ സ്പോട്ടിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് ചൂണ്ട. ഇവിടെ നമ്മൾ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 വിരാൽ കിട്ടിയ പിന്നെ കിട്ടിയില്ലേ. പിന്നെ ഒരു കരിപ്പിടിയും കിട്ടി. കുറച്ച് നേരമായി ഇരിക്കുന്നു, ഒന്നും കൊത്തി തുടങ്ങിയില്ല. വേറെ നോക്കി നോക്കാം, കുറച്ച് നേരം കൊണ്ടിരുന്ന് നോക്കി നോക്കാം, അല്ലെങ്കിൽ തലയ്ക്ക് വെട്ട് പിടിക്കും. കൊത്തുണ്ട്. ഇത്ര നേരം ചൂണ്ടി കിട്ടിയ സാധനം 2 വിരാലും ഒരു കരിപ്പിടിയും. ഇത് ഈ കുളത്തിൽ തന്നെ ചൂണ്ടിയായിരുന്നത്. ഇതാണ് അറച്ച് കഴുതമരാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതേ ഓതളങ്ങയൊക്കെ ഉണ്ട്. ഓതളങ്ങ ഭയങ്കര വിഷമാണത്, വിഷക്കായനത് ഓതള മരം. വേണ്ട അടിയിലൊക്കെ ഉണ്ടായി എടുക്കേണ്ടതേ ഓതളങ്ങ കേട്ടിട്ടുണ്ടാവും. പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഓതള മരം. പാലര ഇല പോലെ ഉണ്ട് കണ്ടിട്ട്. പിന്നെ ഇതേ മാങ്ങ ഉണ്ടായി കിടക്കണ പോലെ ഉണ്ടായി എടുക്കുന്നത്. ആ ഭാഗത്തൊക്കെ നിറച്ച അത് മൊത്തം ഇവിടെ ഈ കായന് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഓതളങ്ങ. ഓക്കെ, നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ.